SSLC ഓണപ്പരീക്ഷ കടുപ്പമാകുമെന്നുള്ള കുട്ടികളുടെ കമൻറ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. SSLC ഓണപ്പരീക്ഷ എളുപ്പമായിരിക്കും, എഴുതി വെച്ചോ, മാർക്ക് ചെയ്തു വെച്ചോ, നോട്ട് ചെയ്തു വെച്ചോ. നിങ്ങൾ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ കടുപ്പമാകുമെന്ന് പറയുന്നവരോടോ നിങ്ങൾ തിരിച്ചു ചോദിക്കൂ, ഓണപ്പരീക്ഷയാണോ ക്രിസ്മസ് പരീക്ഷയാണോ എൻറ്റയർലി ടഫായിട്ടുള്ള എക്സാം എന്ന് ചോദിച്ചു നോക്ക്. അവർ പറയാണ് ഓണപ്പരീക്ഷയേക്കാൾ എളുപ്പമായിരിക്കും ക്രിസ്മസ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്കുള്ളതിനേക്കാളും ഒരല്പം ടഫ് കൂടിയ ചാപ്റ്റേഴ്സ് കിടക്കുന്നത് ക്രിസ്മസ് എക്സാമിലാണ്. മാത്രമല്ല ക്രിസ്മസ് എക്സാം പല കുട്ടികൾക്കും ടഫാകാനുള്ള കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കണമെന്നുള്ള സർക്കാരിൻ്റെ ആ ഒരു കലണ്ടർ പ്രകാരം അത് വലിയൊരു ടെൻഷനായിട്ട് സ്കൂൾ അധ്യാപകർക്കും ട്യൂഷൻ അധ്യാപകർക്കും മാറാറുണ്ട്. അതായത് സെപ്റ്റംബറിലെ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാമിലേക്ക് ഒരു ഒക്ടോബർ നവംബർ എന്ന് പറയുന്ന 2 മാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിലായിരിക്കും നിങ്ങളുടെ കലോത്സവങ്ങളും സ്പോർട്സ് ഫെസ്റ്റും ഒക്കെ നടക്കുന്നുണ്ടാവുക. അങ്ങനെ ചുറ്റിലും ഓടിക്കൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സും ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുമിടയിൽ പാഠ്യപദ്ധതി തീർക്കണമെന്നുള്ള യാഥാർത്ഥ്യം ടീച്ചേഴ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പോർഷൻസ് ആയിരിക്കും കവർ ചെയ്യാനുണ്ടാവുക. അപ്പോൾ കുട്ടികൾ ഒരല്പം മറന്നു പോയേക്കും. അങ്ങനെ ക്രിസ്മസ് എക്സാം ടഫ് ആവാറുണ്ട്. എന്നാൽ ഓണപ്പരീക്ഷ അങ്ങനെയല്ല, യാഥാർത്ഥ്യമാണ് ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത്. ഓണം എക്സാം ആയിരിക്കും കേരളത്തിലെ ഒരു SSLC ആസ്പിരൻ്റ് എഴുതുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാം. എന്താ കാരണമെന്നല്ലേ? ഒന്ന്, നിങ്ങൾക്ക് സ്കൂൾ തുറന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 20 വരെ ഇപ്പം തന്നെ 2.5 മാസമുണ്ട് നിങ്ങളുടെ മുന്നിലായിട്ട്. പക്ഷേ ഓൾറെഡി ഭൂരിഭാഗം കുട്ടികൾ, ഒരു 50-60% കുട്ടികളും ട്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് അവർ ഏപ്രിൽ അതുപോലെ തന്നെ മെയ് എന്നീ പറയുന്ന 2 മാസങ്ങളിലും അവർ പഠിച്ചിട്ടുണ്ട്. ഏപ്രിലും മെയിലും പഠിച്ചെടുത്ത ചാപ്റ്റേഴ്സാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂളുകളിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് ചാപ്റ്റേഴ്സുകൾ വളരെ പെട്ടെന്ന് തീർക്കാനും അതിനെ റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം ഓണപ്പരീക്ഷയ്ക്കുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ടടാ, സമയം എന്നൊരു വലിയൊരു ഘടകം നിങ്ങളുടെ മുന്നിലുണ്ട്, ഘടികാരം നിങ്ങളുടെ മുന്നിലുണ്ട്. 2, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ മാത്രം മിനിമം പഠിച്ചാൽ മതി. അത് കൂടുതലാണെന്ന് എനിക്കറിയാം. 2 മണിക്കൂറെങ്കിലും പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഓണം എക്സാമിന് പറ്റും. പാറ്റേൺ മാറിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിക്കോട്ടെ, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങളെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ നിന്നല്ലേ ചോദ്യങ്ങൾ വരുന്നത്? ഈ എൻട്രൻസ് എക്സാം പോലെയുള്ളൊരു സിലബസ് അല്ലല്ലോ SSCRTയുടെ 10ാം ക്ലാസ് സിലബസ്. ആണോ? ഞാൻ പറയുന്നു, MS സൊല്യൂഷൻ പറയുന്നു, 9ാം ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എൻറ്റയർലി എളുപ്പമാണ്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാർബണിനെ കുറിച്ചാണ് 10ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ആൽക്കൈനും ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ വർഷമാണ്. ഇനി 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണോ കാണാതെ പഠിക്കുന്നത് അത് തന്നെ പരീക്ഷയ്ക്ക് എഴുതി കൊടുത്താൽ കെമിസ്ട്രിയുടെ 2ാമത്തെ ചാപ്റ്ററും നിങ്ങൾക്ക് എളുപ്പകരമായിരിക്കും. ഏതൊരു സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും അതിൽ എളുപ്പകരമാകുന്ന ചാപ്റ്റേഴ്സുകളിലൂടെയാണ് ഓണം എക്സാം കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സിലബസ് എൻറ്റയർലി, ഓണം എക്സാമിൻ്റെ സിലബസ് എളുപ്പമാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ സിലബസ് ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഓണം എക്സാമിൻ്റെ സിലബസ് അത് എളുപ്പമാണ്. ഇനി എന്തിരുന്നാലും നമ്മളൊരു 10 ദിവസം എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 ദിവസം എങ്ങനെ പോയാലും നമുക്ക് നല്ല ദിവസമായിരിക്കില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 10 ദിവസം എണ്ണിയെടുത്താൽ അതൊരു മിനിമം ഒരു 3 ദിവസമെങ്കിലും നല്ല ദിവസമാകണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഈ വീഡിയോ കാണുന്ന ഏതൊരു കുട്ടിക്കും ഒരു 3 സബ്ജക്റ്റ് പ്രശ്നം ഉണ്ടാവും. അതിലൊന്ന് സോഷ്യൽ സയൻസ് ആണ് പൊതുവേ ആവാറ്, 2 ഹിന്ദിയാണ്, 3 മാത്സ് ആണ്. ഈ 3 സബ്ജക്റ്റുകളാണ് പൊതുവേ കുട്ടികൾക്ക് എന്താവാറുള്ളത്? പഠിക്കാൻ പ്രയാസകരവും ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ എഴുതാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ ഓണം എക്സാമിനെ ബാധിക്കില്ല. അതിൻ്റെ റീസൺ, നിങ്ങളുടെ മുമ്പിൽ ഇതാർക്കും കിട്ടാത്തൊരു സാധനം. ആരത്? അതാർക്കും കിട്ടാത്തൊരു സാധനം. ആരാടത്? അത് ടൈമാണ്. സമയമുള്ളവന് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റും, എക്സാം എളുപ്പകരമാകും. ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ്. സോ എഴുതി വെച്ചോ,
നിങ്ങൾ MS സൊല്യൂഷൻസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ മോനെ. നിന്നെ കാത്തിരിക്കുന്നത് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷം ആൻസർ കീ നീ എഴുതി കഴിഞ്ഞ് ഓണത്തിൻ്റെ ലീവ് കഴിഞ്ഞ് സ്കൂളിലെ ക്ലാസ് റൂമിലിരുന്ന് ടീച്ചേഴ്സ് നിനക്ക് പേപ്പർ തരുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ 60ഓളം വരുന്ന അല്ലെങ്കിൽ 60-നുള്ളിൽ വരുന്ന 45ഓളം 35ഓളം വരുന്ന ആ എൻഡിയർ നിങ്ങളുടെ ക്ലാസ് റൂമിൽ പേപ്പർ തരുമ്പോൾ റാങ്ക് 1 എന്ന് വിളിക്കുമ്പോൾ നിൻ്റെ പേരുണ്ടാകും. ആ റാങ്ക് 1 വിളിച്ച കുട്ടിയില്ലേ, അല്ലെങ്കിൽ ആദ്യത്തെ 10 സ്റ്റുഡൻസ് ഇല്ലേ, അതിൽ നീ ഉണ്ടായിരിക്കും. നീ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി MS സൊല്യൂഷൻസ് SSLC ചാനൽ. സോ പരീക്ഷ നമുക്ക് എളുപ്പകരമായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ഏത് ചാപ്റ്ററാണ്, ഒരു സബ്ജക്റ്റിലെ ഏത് ചാപ്റ്ററാണ് നിനക്കിപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് മാത്രം നീ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.